2-3 തവണ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ 2 ലെയർ കൂടി ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് കൂടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈസിനനുസരിച്ചിട്ട് ബീഡ്സിന്റെ എണ്ണം മാറ്റാട്ടോ. റിംഗ് ബ്രേസ്ലെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. പേൾസ് വെച്ചിട്ട് ജ്വല്ലറി ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് അത് കാണാൻ തന്നെ എന്തോ ഒരു ഭംഗിയാണ്. അത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഇന്ന് നമ്മള് പേൾ ബീഡ്സ് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 ജ്വല്ലറി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പേൾ ബീഡ്സ് എടുക്കാം. ഞാനിവിടെ 8mm ക്രീം കളറിലുള്ള പേൾ ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് ത്രെഡ് എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ജ്വല്ലറി മേക്കിംഗ് ചെയിൻ ആണ്. അതിനെ നമുക്ക് 13 റിങ്സ് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 20 പീസ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി വേണ്ടത് ഇലാസ്റ്റിക് ത്രെഡ് ആണ്. അതൊന്ന് എടുത്തിട്ട് നമുക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു എൻഡ് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ശേഷം മറ്റേ എൻഡിലൂടെ നമുക്കൊരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ഇനിയൊരു ചെയിൻ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ദെൻ ചെയിൻ. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള 20 ചെയിനും കഴിയുന്നത് വരെ ഇത് ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റും ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 2 എൻഡും തമ്മിലൊന്ന് കെട്ടിട്ട് കൊടുക്കാം. 2-3 തവണ ട്വിസ്റ്റ് ചെയ്ത് കെട്ടിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ജ്വല്ലറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോവാം. അടുത്ത ജ്വല്ലറി ചെയ്ത് തുടങ്ങുന്നത് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പീസിൽ നിന്നാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത ഡിസൈനെ പുതിയൊരു ഡിസൈനിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഇത് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഇലാസ്റ്റിക് ത്രെഡിന്റെ അതേ സെയിം സൈസിൽ ഒരു 4 പീസ് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലൊന്നെടുത്തിട്ട് ഒരു എൻഡിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ബ്രേസ്ലെറ്റിൽ ഏതെങ്കിലും ഒരു ചെയിൻ സെലക്ട് ചെയ്യാം. അതിൽ മൂന്നാമത്തെ റിങ് അഥവാ ആദ്യത്തെ 2 വെറുതെ വിടാം. എന്നിട്ട് മൂന്നാമത്തെ റിങ് സെലക്ട് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കാം. ശേഷം ത്രെഡിലേക്ക് ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. തൊട്ടടുത്തുള്ള ചെയിനിലെ മൂന്നാമത്തെ റിങ്ങിലേക്ക് ഇലാസ്റ്റിക് ത്രെഡ് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു പേൾ ബീഡ് ആഡ് ചെയ്യാം. അങ്ങനെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ട് സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് ഈ 2 എൻഡും കൂടി നമുക്കൊന്ന് നന്നായി കെട്ടിക്കൊടുക്കാം. എക്സ്ട്രാ വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്ത ത്രെഡ് എടുത്തിട്ട് ഒരു എൻഡ് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ബ്രേസ്ലെറ്റിൽ ഏതെങ്കിലും ഒരു ചെയിനിലേക്ക് മൂന്നാമത്തെ റിങ്ങിലേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാം. ശേഷം പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്ത ചെയിനിൽ മൂന്നാമത്തെ റിങ്ങിലേക്ക് വീണ്ടും കണക്ട് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. തേർഡ് റോ കംപ്ലീറ്റ് ചെയ്യാം. ശേഷം എൻഡ് തമ്മിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ 2 ലെയർ കൂടി ചെയ്തെടുക്കണം. അങ്ങനെ ടോട്ടല് ഒരു 5 ലെയർ ആയിട്ടാണ് ഞാനത് ചെയ്തെടുക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ഈസിയാണ്. പക്ഷേ ഫസ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 5 ലെയർ വേണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയിനിന്റെ ലെങ്ത് കുറച്ചാൽ മതി. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബ്രേസ്ലെറ്റ് കൂടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ 2 നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും 3 കൂടി വരാനുണ്ട്. നെക്സ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു സിംഗിൾ ബ്രേസ്ലെറ്റ് ആണ്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 6mm ക്രീം കളർ പേൾ ബീഡും അതേപോലെ തന്നെ 3mm ഗോൾഡ് പേൾ ബീഡുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ട സൈസിൽ ഇലാസ്റ്റിക് ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു എൻഡിൽ ജംറിങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. 3 ക്രീം കളർ ബീഡ് ഒന്ന് കോർത്ത് കൊടുക്കാം. ശേഷം ഒരു ഗോൾഡ് ബീഡ്, വീണ്ടും 3 ക്രീം കളർ ബീഡ്, വീണ്ടും ഒരു ഗോൾഡ് ബീഡ്. അങ്ങനെ നമുക്ക് വേണ്ട സൈസ് ആവുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഈ ജ്വല്ലറിയൊക്കെ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം കേട്ടോ. അതേപോലെ ഫ്രണ്ട്സിനെ ഗിഫ്റ്റും ചെയ്യാം. ഞാനിത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് എൻഡിൽ ജംറിങ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണം. അതിൽ ഒരു ഗോൾഡൻ കളറിലുള്ള ലോബ്സ്റ്റർ ലോക്കും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് എൻഡിൽ ഞാൻ ജംറിങ്ങിലേക്ക് ചെറിയൊരു പീസ് ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയിനിൻ്റെ എൻഡിൽ ബീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിലും നല്ലത് ബീഡ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്.
ഇത് ഭയങ്കര സിമ്പിളാണ്. ട്രൈ ചെയ്യുന്നവർ ഇൻസ്റ്റ വഴി എനിക്ക് അയച്ചു തരാൻ മറക്കല്ലേ. ഇനി നമുക്ക് നാലാമത്തെ ഇതിലേക്ക് പോവാം. നാലാമത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് 10 എന്നുള്ള കുറച്ച് വൈറ്റ് പേൾ ബീഡ്, പിന്നെ 3 ബ്രൗൺ ആൻഡ് ബ്ലാക്ക് മിക്സ് ആയിട്ടുള്ള ബീഡ് എടുക്കുന്നുണ്ട്, പിന്നെ 4 കുറച്ച് ഗോൾഡൻ ബീഡ്സ് എടുക്കുന്നുണ്ട്, ചെയിൻ എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഐറ്റംസ്. ആദ്യം നമുക്ക് ഇലാസ്റ്റിക് ത്രെഡ് കട്ട് ചെയ്തെടുക്കണം. ത്രെഡിന്റെ ഒരു എൻഡിൽ ജംറിങ് ഒന്നിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. മറ്റേ എൻഡിലൂടെ നമുക്ക് ആദ്യം ഒരു ഗോൾഡൻ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം, ശേഷം ഒരു വൈറ്റ് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുക, വീണ്ടും ഒരു ഗോൾഡൻ ബീഡ്, വീണ്ടും ഒരു വൈറ്റ് ബീഡ്, അങ്ങനെ 4 വൈറ്റ് ബീഡ് ആവുന്നത് വരെ ചെയ്യാം. എന്നിട്ട് ഒരു ഗോൾഡൻ ബീഡ് കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ചെയിനിന്റെ ഒരു എൻഡ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ചെയിനിന്റെ സെന്ററിൽ ഞാൻ ഒരു പേൾ ബീഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്കൊരു വൈറ്റ് കളർ പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു പേൾ ബീഡ്, ശേഷം ബ്ലാക്ക് ആൻഡ് ബ്രൗൺ മിക്സ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു ബീഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഗോൾഡ് ബീഡ്, വീണ്ടും വേറൊരു ചെയിനിന്റെ ഒരു എൻഡ് കണക്ട് ചെയ്ത് കൊടുക്കാം. ചെയിനിന്റെ സെന്ററിൽ ഞാനൊരു ഗോൾഡ് ബീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം 6 വൈറ്റ് പേൾ ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു ഗോൾഡ് ബീഡ്, ഇനി ബ്രൗൺ ബീഡ്, 6 വൈറ്റ്. ശേഷം നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്ത ചെയിനിന്റെ മറ്റേ എൻഡ് ഇലാസ്റ്റിക് ത്രെഡിലൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ഗോൾഡ് ബീഡ്, പിന്നെ ഒരു ബ്രൗൺ ബീഡ്, പിന്നെയും ഗോൾഡ് ബീഡ്, പിന്നെ വൈറ്റ് ബീഡ്, പിന്നെ ആദ്യത്തെ ചെയിനിന്റെ മറ്റേ എൻഡ്, ഗോൾഡ് ബീഡ്, വൈറ്റ് ബീഡ്, ഗോൾഡ് ബീഡ്, പിന്നെ വൈറ്റ് ബീഡ്, അങ്ങനെ അങ്ങനെ ആദ്യത്തെ എൻഡ് ചെയ്ത പോലെ തന്നെ ഈ ഒരു എൻഡിലും ചെയ്ത് കൊടുക്കാം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. ഒന്ന് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് നോക്കിയിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എൻഡിൽ ജംറിങ്ങും അതേപോലെ ലോക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സൈസ് കൂടുതലാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സൈസിനനുസരിച്ചിട്ട് ബീഡ്സിൻ്റെ എണ്ണം മാറ്റാം കേട്ടോ. ഈ മോഡൽ എങ്ങനെയുണ്ട്? ഇതിന് നിങ്ങൾ 10 എത്ര റേറ്റ് തരും എന്നുള്ളതൊക്കെ ഒന്ന് പറയണേ. അടുത്തത് നമ്മുടെ ലാസ്റ്റിലത്തേത്. ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഈട്ടമിൻ്റെ ക്രീം കളർ ബീഡ് എടുക്കുന്നുണ്ട്, പിന്നെ ചെയിൻ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഐപ്പിന്നുമാണ് മെയിനായിട്ട് എടുക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ കൈയുടെ അളവ് നോക്കിയിട്ട് ചെയിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ചെയിനിൻ്റെ 2 എൻഡിലും ജംറിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഒന്നിൽ നമുക്ക് ലോബ്സ്റ്റർ ലോക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ചെയിനിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊരു ഐപ്പിന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു പേൾ ബീഡ് ഇട്ട് കൊടുക്കാം. ഐപ്പിന്നിൻ്റെ എൻഡ് നമുക്കൊരു കൊളുത്ത് പോലെ ആക്കിയെടുക്കണം. അതിലേക്ക് വേറൊരു ഐപ്പിന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ പുതിയ ഐപ്പിന്നിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുക്കുക. വീണ്ടും എൻഡ് നമുക്ക് കൊളുത്ത് പോലെ ആക്കി കൊടുക്കുക. വീണ്ടും പുതിയൊരു ഐപ്പിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ നമ്മുടെ ഫിംഗേഴ്സ് വരെ ആ ഒരു ലെങ്ത് കിട്ടുന്നത് വരെ ചെയ്തെടുക്കാം. ഇതൊരു റിംഗ് ബ്രേസ്ലെറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലാസ്റ്റിലത്തെ ഐപ്പിന്നിൻ്റെ ഹൂക്കിലേക്ക് നമ്മുടെ റിങ്ങിന് കണക്കായിട്ടുള്ള ചെയിൻ എന്നിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അളരെഡി. സിമ്പിളാണ്, അതേപോലെ ക്യൂട്ടുമാണ്. നിങ്ങളുടെ സ്കൂളൊക്കെ ബീഡ്സ് വർക്ക് കോമ്പറ്റീഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ നെക്ലേസിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ 5 മോഡൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നൊക്കെ ഓർഡറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.